പേരാമ്പ്ര ടൗണിൽ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം, പോലീസ് ലാത്തി വീശി. കോൺഗ്രസ് ആക്രമണത്തിൽ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദിന് കൈക്ക് പരിക്കേറ്റു. വാർത്തയുടെ വിവരങ്ങളുമായി മേഘ ചേരുന്നുണ്ട്. മേഘ, എന്താണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് കാരണം? നമുക്കറിയാം, ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെ ഇത്തരത്തിലൊരു പ്രതിഷേധം ഈ ഒരു മാർച്ചിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിൽ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? അതായത് കോഴിക്കോട് പേരാമ്പ്രയിൽ വലിയ സംഘർഷം തീർക്കുകയായിരുന്നു കോൺഗ്രസ്. ഷാഫി പറമ്പിൽ MP ഈ മാർച്ചിൽ ഉണ്ടായിരുന്നില്ല. ഏകദേശം വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ഈ മാർച്ച് ആരംഭിക്കുന്നത്. അതിന് പിന്നാലെ ഷാഫി പറമ്പിൽ വരുന്നത് വരെ ഈ മാർച്ച് നീട്ടുകയായിരുന്നു ഈ UDF നേതൃത്വം ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിൽ MP അവിടേക്ക് എത്തുന്നത്. ഈ സംഭവം ഇന്നലെ മുതൽ വലിയ തരത്തിലുള്ള സംഘർഷം ഈ പേരാമ്പ്ര കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ UDFന്റെ ഭാഗത്തു നിന്ന് വലിയ ശ്രമം ഉണ്ടായിരുന്നു. CKG ഗവൺമെന്റ് കോളേജിലെ SFI വിജയത്തിന് പിന്നാലെയാണ് വ്യാപക അക്രമം പേരാമ്പ്രയിൽ UDSFന്റെ നേതൃത്വത്തിൽ നടന്നത്. അതിന് പിന്നാലെ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ ഹർത്താലിന്റെ മറവിൽ രാവിലെ ഈ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് മാറി. അതിന് പിന്നാലെയാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം പേരാമ്പ്രയിൽ നടന്നിരുന്നു. അതിന് പിന്നാലെ ഒരു ഭാഗത്ത് നിന്ന് ഈ ഹർത്താൽ അനുകൂലികൾ പ്രകടനം നടത്തി. എന്നാൽ ഈ LDFന്റെ പ്രതിഷേധ പ്രകടനം കൃത്യമായി തന്നെ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരോട് ഒരു സംഘർഷ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പിരിഞ്ഞു പോവാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ UDFന്റെ പ്രവർത്തകർ ഈ പ്രദേശത്ത് തന്നെ തമ്പടിച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. പോലീസ് ഈ 2 സ്ഥലങ്ങളിലായി കവചം തീർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിൽ MP ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. പിന്നാലെ വലിയ തരത്തിൽ പോലീസിന് നേരെ UDF പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. വലിയ തരത്തിൽ കല്ലേറുണ്ടായി. അതിന് പിന്നാലെയാണ് പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കുന്നത്. ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല എന്നതാണ് റൂറൽ SP ഉൾപ്പെടെ പറയുന്നത്. അതായത് പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ലാത്തി ചാർജ് ചെയ്യാനോ അത്തരം നിർദ്ദേശമോ നൽകിയിട്ടില്ല. ലാത്തി ചാർജിലല്ല ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റത് എന്ന് കൃത്യമായി തന്നെ റൂറൽ SP പറയുന്നു. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുണ്ട്. കൃത്യമായി തുടക്കം മുതൽ ഒടുക്കം വരെ എന്താണ് പേരാമ്പ്രയിൽ സംഭവിച്ചത് എന്നതിന് കൃത്യമായി തെളിവുണ്ട് എന്ന് റൂറൽ SP വ്യക്തമാക്കുന്നു. ഏതായാലും കൃത്യമായി ആസൂത്രണം ചെയ്ത് ഈ പേരാമ്പ്ര നഗരത്തിൽ കലാപക്കളമാക്കാനുള്ള ശ്രമമാണ് UDFന്റെ ഭാഗത്ത് നിന്ന് നടന്നത് എന്നത് വ്യക്തമാണ്. 5 മണിക്ക് തുടങ്ങിയ മാർച്ച് എന്തിനാണ് വൈകിട്ട് വരെ നീട്ടിയത് എന്ന ചോദ്യം പല കോണിൽ നിന്നായി വരുന്നു. കാരണം ഷാഫി പറമ്പിൽ MP അവിടേക്ക് എത്തുന്ന രീതിയിൽ ഈ മാർച്ച് സംഘർഷഭരിതമാക്കാൻ കൃത്യമായ ആസൂത്രണം UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ലാത്തി ചാർജ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായി തന്നെ പോലീസ് റൂറൽ SP വിശദീകരിക്കുകയും ചെയ്യുന്നു. ഈ സംഭവത്തിന് പിന്നാലെ ഈ ഗ്രനേഡ് ആക്രമണത്തിലാണ് ഇത്തരത്തിൽ പരിക്കേറ്റത്. കൂടുതൽ പോലീസുകാർക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. വടകര DYSP ഉൾപ്പെടെ പരിക്കേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഗുരുതരമായ പരിക്കാണ് വടകര DYSP ഹരിപ്രസാദിന് ഏറ്റിരിക്കുന്നത്. മറ്റു പോലീസുകാർക്കും പരിക്കേറ്റ സാഹചര്യമൊക്കെ തന്നെയുമുണ്ട്. പോലീസുകാരെ ഉൾപ്പെടെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ MPയും നിലവിൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്.